തക്കളി തക്കളി നീ കടവച്ചാങ്ങോട്ട് ഇതിലൊന്ന് പറഞ്ഞൊന്ന് അവന് സമ്മതിക്കില്ല. തങ്കോ എന്തുവാ കർത്താവ് എവിടെ? എന്ത് എന്ത് തങ്കം കർത്താവ് എവിടെയെന്ന്? കർത്താവ് ദുഃഖവെള്ളിയാഴ്ചയൊക്കെ കഴിഞ്ഞില്ലേ, ഉയർത്തെഴുന്നേറ്റ് പോയി, അറിഞ്ഞില്ല? തമാശ കളിക്കരുത്. എവിടെയായിരുന്നു കർത്താവിന്റെ പടം എവിടെയെന്ന്? ഓ അതാണോ? രാവിലെ മുതൽ ക്ലീറ്റോയുടെയും പ്രാരാബ്ദവും വിഷമതകളൊക്കെ കണ്ടു കണ്ട് കർത്താവ് തന്നെ ചാടി സ്ഥലം വിട്ട്. എവിടെ ചാടിയെന്ന്? ആണി ഇന്ന് താഴെ വീണു. ഞാൻ അതെടുത്ത് മാറ്റി വെച്ച എന്റെ ക്ലീറ്റോ. അതാണോ ഇന്നിപ്പോ പ്രശ്നം? എന്താ പൊട്ടിയാ? ചില്ല് പൊട്ടിയാ? ആ പൊട്ടി. ഇനിയിപ്പോ മെനക്കേടായി. എഴുന്നേക്കണില്ലേ? നീ എന്തെടുത്തോണ്ടിരിക്കുക? ഞാൻ അടുക്കളയില് ചായ ഇട്ടോണ്ടിരിക്കുക. കാപ്പി ഉണ്ടാക്കിയാ? കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താ ഉണ്ടാക്കണ്ടേ? എന്താ ഉണ്ടാക്കണ്ടേ? എന്താ ഉണ്ടാക്കേണ്ടത്? പുതിയ പതിവൊക്കെ എന്താ ഉണ്ടാക്കേണ്ടതൊക്കെ ഇനിയിപ്പോ അങ്ങനെയാ നന്നാവാൻ തീരുമാനിച്ചു ഞാൻ. അയ്യോ വലിയ കാര്യമായി പോയി. ക്ലീറ്റോ നന്നാവില്ലല്ലോ. ചോദിച്ച സ്ഥിതിക്കേ അപ്പോ മുട്ടക്കറി ആയിക്കോട്ടെ. അത് പറ്റില്ല. പിന്നെ പുട്ടും കടല ഉണ്ടാക്കി. പിന്നെ ദോശയും ചമ്മന്തി ആയിക്കോട്ടെ. അയ്യേ അത് തീരെ പറ്റില്ല. പിന്നെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമോ? അത് പറ്റില്ല. പിന്നെ എന്തൊരു പുല്ലാണ് നീ ചോദിക്കണത്? എന്ത് വേണോന്ന്? പറ്റൂലെങ്കിൽ ഒരു താളത്തിന് അങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. എന്താണ് ഉണ്ടാക്കണേ? പറ. ഞാൻ പറയാനില്ല, നീ അങ്ങോട്ട് പണഞ്ഞാ മതി എന്താണെന്ന്. ഉപ്പുമാവ്. അയ്യോ എന്റെ പട്ടിക്ക് ഉണ്ടോ ഉപ്പുമാവ്? 6 മാസമായിട്ട് കുപ്പുമാവ് തന്നെ കുപ്പുമാവ്. കഴിഞ്ഞ 6 മാസമായിട്ട് നഴ്സറിന്ന് ഫ്രീ കിട്ടണ റവയല്ലേ ഇവിടെ കൊണ്ട് തരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനേ എനിക്ക് അറിയുള്ളൂ. ഈ റവ കൊണ്ട് ഉപ്പുമാവ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് ബിരിയാണി ഉണ്ടാക്കി തരട്ടെ? എന്റെ പൊന്നെ, ഉപ്പുമാവ് മതി, ഞാൻ സന്തോഷത്തോടെ കഴിച്ചോളാം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പറഞ്ഞത്. പ്രശ്നം തീർന്നല്ലോ. ഒരു പ്രശ്നമില്ല. ചായ കിട്ടൂ? ചായ തരും. എഴുന്നേറ്റ് വാ. തക്കളി എഴുന്നേറ്റേ. എഴുതി മക്കളെ, ഉപ്പുമാവ് ബിരിയാണി അഴുകി മര്യാദ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. അതിനിടയ്ക്ക് വിളിച്ച് ഈ പെണ്ണ് സമ്മതിക്കില്ല. വണക്കമ്മ, ഞാൻ പള്ളിച്ചാമി. നിങ്ങൾ എവിടത്തെ സ്വാമിയായാലും എന്താ? ഇവിടെ ഒന്നുമില്ല, പൊക്കോ. അതല്ലമ്മ, എൻ പേര് പള്ളിച്ചാമി. ആയിക്കോട്ടെ കേട്ടാ. എന്താ വന്നേ? എന്താ? ഞാൻ തേക്കിയതുക്കാக വന്നേ. തേക്കാനോ? ആര് പറഞ്ഞു തേക്കണോ? സാറ് പറഞ്ഞു. എന്നെ തേമി ക്ലീറ്റോ സ്വയം തേക്കണത്? അതിപ്പോ നല്ലോണം തേക്കുന്നുണ്ട്. ഇനി വേണ്ട, തേപ്പുകാര് വേണ്ട കേട്ടോ, പൊക്കോ. இல்லம்மா, அந்த டேப் இல்ல, இது கிணறு தேய்க்கிறதுக்காக சார் சொல்லி வந்தேன். കിണറ് തേക്കാനോ? ക്ലീറ്റോ, ദേ നിങ്ങൾ തേക്കണത് പോരായിട്ട് വേറെ പുറത്ത് നാളെ തേക്കാൻ വന്നിട്ടുണ്ട്. ഓടി വാ. ഇപ്പ വരും, ഇപ്പ വരും. ഞാൻ തുണി வணக்கம் சார். പളഞ്ഞി നീ ആയിരുന്നാ? പിന്നെ ഇതാര്? இது மச்சான். ஊர்ல சும்மா நின்னா கூட்டிட்டு வந்தேன். പണി ചെയ്യുവാ? നല്ല செய்வான். കിണറ് ഇറക്കാൻ വേണ്ടി വിളിച്ചതാണോ? അത് ഞാൻ വെട്ടി ശിവുവിനെ വിളിച്ചാ പോയി. ഇത് ഒരുമാതിരി ഭാഷ. നന്നായിരിക്കും വെട്ട് ശിവു. അവനോട് ഈ അരക്കിണറ് തേക്കാൻ പറഞ്ഞോണ്ടല്ലോ, അവൻ 6 പേരെയും കൂട്ടിയിട്ട് 60 പേരുടെ ശമ്പളം വാങ്ങിച്ചോണ്ട് പോകും. അതൊക്കെ ഉണ്ട് തങ്ക. നോക്ക്, ഇതാണ് സംഭവ കിണർ. അയ്യോ സാർ, ഇത് ரொம்ப ആള് இருக்கிற കിണറ് സാർ. പിന്നെ കിണറെന്ന് പറഞ്ഞാൽ പിന്നെ ആഴം കാണൂലേ? നീ എന്താ വിചാരിച്ചു? ഇത് എങ്ങനെ ചെയ്യാം? 2000 രൂപ വേണ്ട മച്ചാ. എത്ര? 2500 രൂപ. പുതിയ കിണർ കുഴിക്കാനല്ല, ഞാനിത് ഒന്ന് അതെ ഒരു 500 രൂപ തരും, നൈസായിട്ട് ചെയ്തിട്ട് പോ. 500 രൂപയ്ക്ക് 5 തൊട്ട് തണ്ണി കോരി ഊത്തുന്ന 500 രൂപ കിടക്കും സാർ. നീ ഇതിപ്പോ ഒരു കാര്യം ചെയ്ത് ഫുള്ളായിട്ട് തേവണ്ട, ഇതിന്റെ പകുതി തേവിയാ മതിയല്ലോ. പകുതിയാ? പകുതി என்ன சார் சொல்றீங்க? பகுதி எப்படி தேய்க்கிறது? പകുതി ചെയ്യാം, പകുതി തേവിയാ മതി. നീ നമുക്ക് പകുതി തേവി തന്നാ മതി. എങ്ങനെ ഈ പകുതി തേക്കാന്നാ നിങ്ങൾ പറയണത്? നിങ്ങൾക്കറിയോ പകുതി തേക്കാൻ കിണർ? അല്ലേ തങ്കം, ഈ കിണറേ അവനും നമ്മളും കൂടെ തന്നെയല്ലേ ഉപയോഗിക്കണം. അപ്പൊ പകുതി അവനല്ലേ ഉപയോഗിക്കണത്, ഇതിലെ വെള്ളം ആണല്ലോ. അപ്പൊ പകുതി പൈസ അവൻ മുടക്കണം. അത് തന്നെ ഞാൻ പകുതി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ ക്ലീറ്റോ, നേരം വെളുത്ത് കുറച്ച് സമയമായുള്ളൂ, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഞാനെന്താ ഇവിടെ നോട്ടടിച്ച് വെച്ചേക്കാ? റിസർവ് ബാങ്കാ ഇവിടെ.
എല്ലാ വർഷവും ഇവിടെ തേകാറുണ്ടല്ലോ. എല്ലാ വർഷം തേകണ എങ്ങനെയാണ്? പകുതി കനകളയും ചെയ്യും, പകുതി ഞാൻ ചെയ്യും എന്നല്ലോ. എങ്ങനെ അങ്ങനെ പറഞ്ഞു തുടങ്ങും, അവസാനം അവൻ തന്നെ എല്ലാ പൈസയും കൊടുക്കും. അത് പിന്നെ ഞങ്ങൾ അളിയന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങലൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ഇവനെ അങ്ങനെ പറ്റില്ല. അവനെ വിളിച്ചിട്ട് പകുതി പൈസ തരാൻ പറ്റും. എനിക്ക് നീ പോയി ചോദിക്കും, അങ്ങോട്ട് വിളിക്ക്. നാണാവൂല്ലേ ക്ലീറ്റോ? എനിക്ക് നാണമുണ്ട് അതൊക്കെ ചോദിക്കണേ. കാരണം അവന് നാണവാനല്ലോ തന്നെ. നീ ചോദിക്കും. അല്ല ഒന്നുമില്ല, ഒരു നിമിഷം വെയിറ്റ് പണ്ണുങ്ക. അമ്പിളിക്കുട്ടേട്ടാ. അയ്യോ എടാ അമ്പിളി, എടാ അലോരാതി അമ്പിളേ. അമ്പിളിക്കുട്ടൻ എന്താടാ രാവിലെ കിടന്ന് വിളിക്കണത്? വിളിച്ചു കൂടാ എന്ത് കാര്യം? അയ്യോ പിന്നെ നീ മറ്റേ അംബാനിയുടെ മോളല്ലേ നാണക്കേട് നിറയെ. എനിക്ക് പൈസക്ക് ദണ്ണമുണ്ട്. ഡേയ് നല്ല വേനൽ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പേ കിണറൊന്ന് വൃത്തിയാക്കിയിടാന്ന് വെച്ചു. നീ വെള്ളം ഇതിൽ നിന്ന് പകുതി ഉപയോഗിക്കണ്ടല്ലോ. ഉപയോഗിക്കണോ? അപ്പോൾ ഇത് ഇറക്കാനായിട്ട് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. പകുതിയായിട്ട് നമുക്കത് ചെയ്യണം കേട്ടോ. എങ്ങനെ? എടേ ഇതിൻ്റെ കൂലി പകുതി നമ്മൾ തമ്മിൽ അത് കൊടുക്കണം. അത് ഇറക്കേണ്ട കാര്യമില്ല, നല്ല വെള്ളമല്ലേ അത്? ആര് പറഞ്ഞു നല്ല വെള്ളമൊന്നും? എനിക്കറിയാലോ, ഞാൻ ഉപയോഗിക്കണല്ലേ. ഇത് എല്ലാ വർഷവും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നീ അങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ല വർഷാവർഷം കിണർ ഇറക്കണം ആരാ പറഞ്ഞു എൻ്റെ അടുത്ത്? അടേ അതൊക്കെ ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട് അമ്പിളിക്കുട്ടേട്ടാ, അതുകൊണ്ടാ. നിങ്ങൾ മറ്റേ പൈപ്പ് വെള്ളം കുടിച്ച് കിടക്കണാണല്ലേ. ഞങ്ങൾ നല്ല ശുദ്ധമായ വെള്ളമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ പകുതി പൈസ നീ തരണം. എനിക്ക് ഇറക്കണ്ട. നിനക്ക് ഇറക്കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പകുതി ഏറ്റക്കല്ലേ. ഞങ്ങൾ പകുതി ഇറക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. നീ പകുതി ഇറക്കൂലേ? അപ്പൊ നല്ല വെള്ളം വരുമല്ലോ, അത് ഞാൻ ഉപയോഗിച്ചോളാം. ഓ അങ്ങനെ വെള്ളം കുടിക്കാന്ന്? നീ കുടിച്ചാലേ തന്നെ. നിന്റെ ഈ ഐഡിയ എൻ്റെ അടുത്ത് നടക്കൂല. വെള്ളം കിട്ടാതെ നീ ഇവിടെ കിടന്നേ പെടാ പാട് വിടും കേട്ടോ. മാത്രമല്ലല്ലോ, അപ്പൊ നീ എന്ത് ചെയ്യും? നീ ഇനി ഇതിൽ നിന്ന് വെള്ളം കോരാതിരിക്കാൻ ഞാൻ ഇതിൽ പുതിയ പൂട്ടിട്ട് പൂട്ടാൻ പോവുകയാണ്. എന്ത് ചെയ്യും നീ? കാണണോടാ നീ വെള്ളം കുടിക്കുന്നത്? നാണമില്ലടാ. ഈ കിണർ ഇറക്കണതിന് പകുതി പൈസ അവനവൻ്റെ വെള്ളം കുടിക്കും. ചുമ്മാ ഇല്ല തങ്ക. എവനെ ഇങ്ങനെ വളം വെച്ച് കൊടുത്തേ ഇങ്ങനെ ആയത്. എൻ്റെ ആളിയനും നീ എല്ലാം കൂടെ. നീ എണ്ണിക്കോ. ഇന്നേക്ക് 7 ദിവസം നിന്നെ ഞാൻ ഈ വീട്ടിൽ ഇറക്കി തരുവിടാൻ വിളി. നീ നോക്കിയോ? പിന്നെ ഇറക്കും. പിന്നെ നോക്കാമൊന്നുമില്ല. നിന്റെ മനസ്സിലിപ്പോൾ അതാണെന്ന് അറിയാം. നീ ഓരോ ഐഡിയ കൊണ്ട് വരുമ്പോഴേ എനിക്കറിയാം. പക്ഷെ ഈ കളി എൻ്റെ അടുത്ത് നടക്കൂല. അതിലൊക്കെ അല്ലേ സൗഹാർദ്ദമായിട്ട് കാര്യങ്ങൾ പോകാന്ന് പറഞ്ഞാൽ അവനടുത്ത് പകുതി ഇടാൻ പറഞ്ഞപ്പോൾ അവന് പകുതി. അല്ല ഇത്രയും ദിവസം അവിടെ ഇങ്ങോട്ട് നോക്ക്. ഇത്രയും ദിവസം ഈ സൗഹാർദ്ദം ഇല്ലല്ലോ. ഈ കിണറൊക്കെ പൈസയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്ന സൗഹൃദം. അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോഴൊക്കെ എന്നെ ചീത്ത വിളിച്ചില്ലേ? വേണ്ട, അത് വേണ്ട, അതൊക്കെ തീർക്കാൻ നമുക്ക്. അത് തന്നെ ഞാൻ പറഞ്ഞത്. നീ 7 ദിവസം നീ നോക്കിയോടെ. പളനി ഒരു കാര്യം ചെയ്യും, ഇവിടെ കിണറിറപ്പും പുല്ലൊന്നും നടക്കൂല. നീ പോയിക്കോ, നീ എല്ലാം പോയിക്കോ. എങ്ങോട്ട് വെച്ചാൽ പളനിക്കാ തിരുപ്പതിക്കാ പോയിക്കോ. நான் எப்படி சார் போறது? എന്ത്? நான் ஊர்ல வேலை எல்லாம் விட்டுட்டு இந்த கிணறு அரைக்கிறதுக்கு வந்தேன் சார். അതിവിടെ എന്ത് വേണം? പൊക്കിവിടെ നിനക്ക്. சார் பணம் கொடுங்க சார். എന്തിനു പണം? என் மச்சானையும் கூட்டிட்டு ஊருக்கு போக வேண்டாமா சார்? ഈ മച്ചാനെയും മൈനിയൊക്കെ കൂട്ടിയാരാ ഞാൻ പറഞ്ഞു. അതെ ഇപ്പൊ പണി ചെയ്തില്ലല്ലോ. പണി ചെയ്യാതെ എന്തിനാണ് കാശ്? പണി ചെയ്താ കാശ് കൊടുത്തു. சார் பஸ்ல போகணும் சார், எங்களுக்கு தக்கல போகணும். എടേ ബസ്സിൽ പോകണമെന്ന് പറഞ്ഞാൽ ബസ്സിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോകണം. അത് டிக்கெட் எடுக்கிறதுக்கு தான் பணம் கொடுங்க சார். தம்பி പണം உன் பேர் என்ன? பழனி செல்வம். காசை வாங்கிட்டு போனா? ഇത് ഞാൻ വിളിച്ച പണിക്കാരാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ നീ കയറിപ്പോടെ. വിളിച്ച പൈസ അങ്ങോട്ട്. അതെ കാപ്പി പിടിച്ചാ? കുടിച്ചാ സാർ? കുടിച്ചാ സാർ? കുടിച്ചു. ഉച്ചയ്ക്ക് ഇനി ഭക്ഷണം കഴിക്കണമല്ലോ. അതൊക്കെ അല്ലേ പ്രശ്നം. പണം കൊടുത്താ പോകും. ഇല്ല, നല്ല ഉപ്പുമാവുണ്ട്. ഉപ്പുമാവൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് രണ്ടാളും കൂടെ ഇപ്പം നടന്ന ഒരു വൈകുന്നേരം അവിടെ എത്തും. സാർ പൊണ്ടാട്ടിയും കുഴന്തങ്ങളെല്ലാം ഊരിൽ ഇരിക്കാங்க സാർ. நாங்க வேலை விட்டுட்டு வந்தோம் சார். വിഷമിക്കണ്ട, അവർക്കുള്ള ഉപ്പുമാവും കൂടെ പൊതിഞ്ഞു കൊടു. பழனிசாமி சொல்றாங்க. தம்பி பழனிசாமி இங்க பாரு, அவன் திருட்டு போய் காசை வாங்கிக்கோ. അതെ നിനക്ക് ഉപ്പുമാവ് വേണോ പൈസ വേണോ? எனக்கு പൈസ വേണം. പൈസ വേണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടാൻ വഴിയില്ല. നീ ജോലിയൊക്കെ പോ. നീ എന്ത് കയറുവാ? എടാ പാവങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് പോടാ. എടാ 7 ദിവസം അതിനു വേണ്ടി എന്ത് കൊള്ളരുതായി ഞാൻ കാണിക്കും. കാണാം. രാവിലെ കഴിച്ച് ഓരോരുത്തർ വരും ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യും? 7 വേണ്ടി വരില്ല. അല്ല 7 വേണ്ടി വരില്ല. അതിനു മുമ്പേ എനിക്കറിയാം അവനെ ഒഴിപ്പിക്കാനേ. എന്താ പ്രശ്നം? അവരവിടെ താമസിക്കുന്നോണ്ട് ക്ലിറ്റോനെ അവരങ്ങനെ അവിടെ താമസിക്കണ്ട. അവരെ ഒഴിപ്പിക്കാൻ എന്ത് വഴിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. പോലീസിനെ വിളിച്ച് പറഞ്ഞാലോ? അവിടെ അനാശാസ്യം നടക്കണമെന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ച് പറയാം. കുടുംബത്തുള്ളവർക്ക് ചേർന്ന വർത്താനാണ് പറയുന്നത്. എന്താ അനാശാസ്യം? അനാശാസ്യം എന്ന് പറഞ്ഞാൽ അതങ്ങ് പറയും. പോലീസ് വരുമ്പം അത് അന്വേഷിച്ചോളൂ. നാണക്കേടുണ്ട്. നാണക്കേട് നിങ്ങൾക്ക് നാണോ മാനം ഇല്ല. അല്ലെങ്കിൽ അനാവശ്യമുള്ള വർത്താനം പറയരുത് കേട്ടോ. എനിക്ക് ദേഷ്യം വരും ഓരോ കണ്ടുപിടുത്തങ്ങള്. എന്നാലേ അത്രയും അങ്ങനെ ഒരു അഹങ്കാരം പാടില്ലല്ലോ. എന്നാ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. ഓടിക്കാൻ നിങ്ങൾ വെല്ലുവിളിക്കാൻ ചെയ്തല്ലോ. 7 ദിവസത്തിനൊക്കെ ഓടിക്കുള്ളൂ. അതെ എന്റെ ആവശ്യമല്ലേ, ഞാൻ വഴി കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിക്കും കുറെ. കനക അളിയനെ വിളിച്ച് പറഞ്ഞാലോ? എന്തിന്? അളിയനെ വിളിച്ച് കുറേ തെറ്റിദ്ധാരണകൾ അങ്ങോട്ട് വരുത്തി പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ നല്ലതായിരിക്കും.
കനകന് തെറ്റിദ്ധാരണയൊക്കെ ആരെ പറ്റിയാന്നുള്ളത് അറിയാലോ. അതുകൊണ്ട് അങ്ങോട്ട് അധികം അടുക്കാതിരിക്കാൻ നല്ലത്. ക്ലീറ്റോ എന്ത് പറഞ്ഞാലും കനകം വിശ്വസിക്കൂല, ഞാനായിട്ടൊട്ട് പറയുന്നില്ല. അപ്പോഴോ എന്തായാലും 7 ദിവസം ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ ഓടിക്കും. ആ കൂവാ നിനക്കെന്താ കൂവാ? ഓ വലിയ സഹതാപം അവനോട്. ബാക്കിയുള്ളവൻ്റെ സ്വസ്ഥതയാ പോയേക്കണേ. ഓ നമുക്കിന്ന് മുരുകൻ്റെ കടയിൽ നിന്ന് ദോശയും ചമ്മന്തി മേടിച്ചാലോ? ദോശ ചമ്മന്തി മേടിച്ചു കൊടുത്ത് അവരൊഴിഞ്ഞു പോവോ? അതല്ല, പിന്നെ ഉപ്പുമാവ് കഴിഞ്ഞു. ഓഹോ, അറിഞ്ഞില്ലേ? എന്തൊരു ചൂടാ! ഞാൻ അപ്പളെ പറഞ്ഞ AC ഫിറ്റ് ചെയ്യണമെന്ന്. കറണ്ടില്ലാത്ത എങ്ങനെയാ AC വർക്കാവും? അതിന് കുറച്ച് തണുപ്പുണ്ടാവില്ലേ ഈ വീട്ടില്? അതിന്റെ ഹോളൊക്കെ നോക്കുന്നേ, ഇതിന്റെ ഇടയിൽ കൂടെ എവിടെ AC വെക്കാനൊക്കെ? ആ ബെഡ്റൂമിൽ വെക്കാനൊക്കെ പറ്റും. അപ്പുറത്തെ വീട്ടിലുണ്ടോ അമ്പിളിച്ചേട്ടാ? അപ്പുറത്തെ ഒരു കറണ്ട് ഉണ്ടോ? ആ വെളിച്ചം കാണുന്നുണ്ടല്ലോ. അത് എമർജൻസി വല്ലതും ആയിരിക്കും. അല്ലല്ല, അത് വെളിച്ചം തന്നെയാ. ഒരു ഇല പോലും അനങ്ങില്ല, കാറ്റില്ല. എങ്ങനെ കാറ്റ് വരാൻ? ഉള്ള മരങ്ങളും കുന്നും എല്ലാം പിടിച്ച് പൊളിച്ച്. അവിടെ കറണ്ട് പോയി. ഇപ്പഴാ സമാധാനായി. നല്ല നമുക്ക് പോയാലും അവന്റെ കൂടെ പോണം, എങ്കിലേ സമാധാനം കിട്ടുള്ളൂ. നല്ല സ്വഭാവം കേട്ടാ. ഇത് എന്നെ വെച്ചോളണേ, നടത്തിക്കോ. പറഞ്ഞേ വാ നീ. ഞാൻ ഒന്നും വരുന്നില്ല. ആ ഇത്ര ചൂടാ, കുറച്ച് നേരം കാറ്റ്. ആ അവിടെ ഇരുന്നോ, നിനക്ക് കൂട്ടിന് ഏഷ്യ മാടനൊക്കെ വരും. അവിടെ ഇരുന്നോ. അമ്പിളിച്ചേട്ടാ, എന്ത് ഇത് കരിഞ്ഞൊന്നും അല്ലല്ലോ, പീസൊക്കെ ഓക്കെയാ. പിന്നെ എന്നാവും ഈ വീട്ടിലെ ആ വീട്ടിലെ ഒരേ ലൈനല്ലയോ? ആ ഇതെന്നാ കണ്ടില്ല, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഇവിടെ എന്തേലും വേറെ എന്തേലും ഇതുണ്ടോ, പ്രശ്നം ഉണ്ടോ? ഇത് അയാള് നമ്മളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാ. എനിക്ക് മനസ്സിലായി. ആ ക്ലീറ്റസ്. ക്ലീറ്റസോ? ആ പാർട്ടിക്കാരനോ? താഴത്തെ വീട്ടില്? അപ്പൊ ആകെ മൊത്തം അങ്ങനെ നിങ്ങൾക്കും പ്രശ്നമാണോ? അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ കിണർ ഇറക്കണതിന്റെ പേരും പറഞ്ഞ് ഞങ്ങളൊന്ന് ഉടക്കിയതാ. അവൻ വെല്ലുവിളിച്ചിട്ടാണ് പോയത് എന്നെ ഇവിടെ നിന്ന് ഓട്ടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. ആണോ? എന്നാ മിക്കവാറും മണിയൊന്നായിരിക്കും. അയാളെ പാശാണത്തെ കൃമിയാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ താഴെ കാരണമുണ്ടോ നോക്കാം വീട്ടിൽ. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ പണി തന്നതാ. ആയിരിക്കും. ഇന്ന് നോക്കാം, താഴെ നോക്കാം. അയ്യോ ഒരു കാര്യം ചോദിക്കണ്ടോന്ന് ഇറങ്ങി വരും. അളിയാ കറണ്ട് ഉണ്ടോ? കറണ്ട് ഉണ്ടോ? ആ പോണ്ടല്ലേ, ലൈറ്റ് കത്തി കിടക്കണുണ്ടല്ലോ. ആ എന്താണ്, വേറെ എന്താണ്? അല്ല അവിടെ കറണ്ട് ഇല്ല. അതെ, എന്താണെന്ന് അറിഞ്ഞൂടോ? നമ്മളെക്കൂട്ടാ കേരളത്തിലൊരു സർക്കാരുണ്ട്. ആ സർക്കാരിൻ്റെ കീഴിൽ ഇഷ്ടംപോലെ ഇലക്ട്രിസിറ്റി ഓഫീസുണ്ട്. അവിടെ ലൈൻമാൻമാരുണ്ട്. നീ അവരോട് പോയി പറയണം അത് നോക്കാനായിട്ട്. അല്ലെ നീ എന്നോട് എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ ഇടുക്കി സബ്സ്റ്റേഷൻ ഒന്നുമല്ല കറണ്ട് അങ്ങോട്ട് തരാൻ. അതെ അതെ അതെ, ഉറങ്ങാൻ ഇത് ഞാൻ ലൈൻമാനാണെന്ന് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന് വീട് വാടക വെച്ചതിന്റെ ചൊരുപ്പല്ലേ. അത് ശരി, ആണെന്ന് ഇയാളെ കൂട്ടിക്കോ. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? സംസാരം ക്ലിയർ ആവണ്ടേ? കറണ്ട് ഇല്ല, അത് അന്വേഷിക്കാൻ വേണ്ടി വന്ന അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നിന്ന് ഇപ്പൊ കറണ്ട് അങ്ങോട്ട് കടം കൊടുക്കാൻ പറ്റൂലല്ലോ? അവിടെ കറണ്ട് ഇല്ലേ? ഈ ഭാര്യ പുറത്തോട് ഉടായ്പ കാണിക്കല്ലേ. ആ വീടിന്റെ ഈ വീടിന്റെ ലൈൻ ഒന്നാന്നേ. അപ്പൊ ആ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ ഈ വീട്ടിലും കറണ്ട് വേണം. ആ വീട്ടിൽ കറണ്ട് ഇല്ല, ഈ വീട്ടിൽ കറണ്ട് ഉണ്ട്. അതെങ്ങനെ വന്നു? അവിടുത്തെ ഫ്യൂസ് പോയതായിരിക്കും. ഈ സ്ത്രീ എന്നാ പറയുന്നത്? ഇങ്ങോട്ടേക്ക് ആ ഫ്യൂസാ ഈ ഫ്യൂസ്, ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് സംഭവം വേറെ പൈസ അടച്ചിട്ടില്ല, അത് തന്നെ. പൈസ ഒക്കെ അടച്ചളിയാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, നീ 7 ദിവസത്തിനകത്ത് എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ വല്ല പരിപാടി തന്നെ കളിയാ? അയ്യോ, നിന്നെ ഞാൻ പുറത്താക്കാൻ വേണ്ടി ഇമാതിരി തറ പരിപാടി ഒന്നും കാണിക്കേണ്ട കാര്യമല്ല. നീ അല്ലാതെ തന്നെ പുറത്ത് പോകൂടാ. അമ്പിളിക്കുട്ടൻ ചേട്ടാ, ഇതിപ്പോ എന്തോ കള്ളത്തരം ഞങ്ങള് കള്ളത്തരം കാണിച്ചോളാം.
നീ കള്ളത്തിനെ കാണിച്ചത് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ എന്താ ഈ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാരെ അല്ലല്ല, അതെ ചെക്ക് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്. ഞാനേ KSB ഉദ്യോഗസ്ഥനാണ്. ആ അത് ഇയാൾ കറണ്ട് പോയിട്ട് ചെക്ക് ചെയ്താൽ ഇവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇവിടെ ഇപ്പൊ എല്ലാം കറക്റ്റാ. നീ കറിവാടി അല്ല അത് നോക്കണോ, എനിക്ക് നോക്കണോ. കളിക്കരുത്. എന്തിനാണ് നോക്കണേ? അയാൾ കറണ്ട് പോയെടുത്ത് നോക്കട്ടെ. ക്ലീറ്റോ നമ്മള് കള്ളത്തരം കാണിച്ചെന്നാണ് ഇപ്പൊ അമ്പലിക്കുട്ടൻ ചേട്ടനും അങ്ങനെ ഒരു ധാരണയുണ്ട്. അത് വേണ്ട. പിന്നെ ഇവന്മാരെ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണോടി? സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു മുറ്റത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളനും പോലീസും കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ കയറി നോക്കാം. പക്ഷേ ഞങ്ങള് കള്ളത്തരം ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾ തരണം. ഒന്നുമല്ല, ഇതിപ്പോ നോക്കാണെന്ന് പറ്റില്ല. എന്തോ അവര് നോക്കണ്ട. എന്തിനാ അങ്ങനെ നോക്കണ്ട? നമ്മളിങ്ങനെ കള്ളന്മാരാണ്. ഞാൻ ഒരു കാര്യം പറയാം. നീ അകത്ത് നീ കയറി അകത്ത് പോ. ഒരു രക്ഷയില്ല. അത് സംഭവിക്കും. എന്റെ വീട്ടിൽ നോക്കട്ടെ. ആഹാ തങ്കം എന്നോട് ഇത് വേണ്ടായിരുന്നടി. അനുഭവിക്കും, നീ അനുഭവിക്കും. നോക്കിയോ? ആ എന്നാ പരിപാടിയാ ചെയ്ത് വെച്ചേക്കുന്നേ. അപ്പൊ ഇതാ കാര്യം. ഇപ്പോഴല്ലേ ഇവിടെ കിട്ടിയത്. നിങ്ങളിത് എന്താ ക്ലീറ്റോ കാണിക്കണേ? കറണ്ട് മോഷ്ടിക്കണ സർവീസ് വയറിൽ നിന്ന് വലിച്ചൊരു പൊതുപ്രവർത്തകൻ. നന്നായിട്ടുണ്ട്. ഇതൊരു ലൈൻമാന്റെ വീടാണെന്നറിയോ നിങ്ങൾക്ക്? അവന് പുറത്തിറങ്ങി നടക്കണ്ടേ? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് ലാഭിക്കണത്? എനിക്കോ? ഞാനല്ലേ കറണ്ട് ബില്ലടയ്ക്കുന്നത്, നിങ്ങളല്ലല്ലോ. എനിക്ക് ഒരുപാട് ലാഭം വേണ്ട. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ എന്നോട് പറയണ്ടേ ക്ലീറ്റോ? ഈ നാട്ടുകാരുടെ മുമ്പിൽ നാണം കണ്ട കാര്യമുണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തങ്കം? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞു തങ്കം. നിങ്ങൾ എന്നെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു. 24 മണിക്കൂറും കണ്ണുരുട്ടല്ലോ. എനിക്ക് മനസ്സിലായതാന്ന്. ഞാൻ പറഞ്ഞില്ലേ അവനെ അത് നോക്കാൻ അനുവദിക്കരുത്, അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ നിനക്ക് മനസ്സിലാക്കി കൂടെ? അത് എന്റെ ദൈവമേ, ഭയങ്കര കഷ്ടമാണ് ക്ലീറ്റോ നിങ്ങളുടെ കാര്യം. അല്ല നിങ്ങൾ എന്റെ അടുക്ക് പറഞ്ഞു കേട്ടില്ലേ നീ അനുഭവിക്കുന്നു? എന്തനുഭവിക്കുന്നത്? അതെ, ഇവൻ പോയിട്ട് അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഫൈൻ ഒരു നല്ല തുക വരും. അതിന് അത് അടയ്ക്കണമല്ലോ. നീ അടയ്ക്കണം. ഞാനോ? നിങ്ങളല്ലേ അടയ്ക്കേണ്ടത്. ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് അടയ്ക്കാൻ. അതെന്താ? ഇപ്പം എനിക്കിപ്പം ഫൈൻ അടയ്ക്കണമെങ്കിൽ ഇച്ചിരി സമയം വേണ്ടി വരും. അതെന്താന്ന്? ഇപ്പം ഫൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ഒന്നുമല്ല, 10-25,000 രൂപ ഫൈൻ വരും. അതിന് അത് അടയ്ക്കണമെങ്കിൽ എനിക്ക് കുറച്ച് സാവകാശം വേണം, ഒരു 6 മാസമെങ്കിലും വേണം. അതെന്താന്നാ ഞാൻ ഈ ചോദിക്കണേ? പൈസ വരാണ്ടേ? പഴയ വിറ്റ് അതിനി പോവില്ല. കുടുംബത്തിനൊരു നല്ലത് ചെയ്തതാണ്, അതിപ്പോൾ ഇങ്ങനെയായി. Versus Alien.